കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതുകൊണ്ട് ഫോട്ടോ എടുക്കാനും പറ്റില്ല. ഇനി എന്താ ചെയ്യാ സ്വാമി? എന്റെ മോളെ ഞാൻ എങ്ങനെ തിരിച്ചറിയാ? നിങ്ങൾ വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ മോള് നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും വരും. കുറച്ച് നാളും കൂടി ഒന്ന് ക്ഷമിക്കുക. എന്നോട് ക്ഷമിക്കണേ അച്ഛ. എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നത് വരെ ഞാൻ ആരുടെ മുന്നിലേക്കും വരില്ല. വൈദേഹി, കല്യാണം നടക്കുന്ന സമയം നീ എവിടെ പോയതാ? ഈ കല്യാണം മുടക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നിനക്ക്? ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ നീ ചെയ്താ ഈ കല്യാണം മുടങ്ങിക്കോളും. നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാ. മണ്ഡപം കത്തിച്ചു കളയട്ടെ, പെണ്ണിനെ തട്ടിക്കൊണ്ടുപോട്ടെ, എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയാ. ഈ കല്യാണം എങ്ങനെങ്കിലും മുടങ്ങി കിട്ടിയാ മതി. പറ. അത്ര വലിയ കടുങ്കൈയൊന്നും നീ ചെയ്യേണ്ട മാഗി. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. എന്നാ അങ്ങനെ എന്താന്ന് പറ, ഞാൻ ചെയ്തോളാം. സൂപ്പർ വൈദേഹി, ഇത്രയുള്ളോ? അടിപൊളി ഐഡിയ ആണല്ലോ. ഇപ്പൊ കണ്ടോ, ഞാൻ തകർത്ത് കൈ തരാം. പെട്ടെന്ന് വരുമല്ലോ അല്ലേ? 2 മിനിറ്റ് കൊണ്ട് ഞാൻ വരാം. മാഗിയാ, പറഞ്ഞത് ചെയ്യും. മുഹൂർത്തം അടുത്തല്ലോ, ഇതുവരെ വൈദേഹിയും കാണുന്നില്ല. എന്റെ രാമ, മുഹൂർത്തം അടുത്തു, ഇതുവരെ മാഗിയെ കാണുന്നില്ലല്ലോ. എന്തായിരിക്കും സംഭവം? ദേവൻ ഈ കല്യാണത്തിനോട് ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ശരി, എനിക്കിതെങ്ങനെങ്കിലും നടന്നു കിട്ടിയാൽ മതിയല്ലോ. വൈദേഹി വന്നിട്ടുണ്ടാവോ? അവളിവിടെ ഉണ്ടോ? തിരിച്ചറിയാനാവാതെ ആളെനിക്ക് മനസ്സിലാവാത്തതാണോ? ഞാൻ എന്ത് ഭാഗ്യം കെട്ടവന്. സ്വാമിജി അയച്ച ഫോട്ടോ പോലും കാണാൻ പറ്റിയില്ല. മാഗിയെ ഏൽപ്പിച്ചത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവളെ എന്താ ഇതുവരെ കാണാത്തെ? ഇടയ്ക്ക് വെച്ച് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതാണോ ഇനി അവള് വരാത്തെ? ഒരു പക്ഷേ വൈദേഹി വന്നില്ലെങ്കിൽ ദേവൻ പറഞ്ഞ വാക്ക് പാലിക്കുവോ? മണ്ഡപത്തിൽ നിന്ന് അവൻ എഴുന്നേക്കുവോ? നീ എവിടെയാണ് വൈദേഹി? എന്റെ അടുത്തേക്ക് വരാൻ നിനക്ക് തോന്നുന്നേയില്ല. കല്യാണം നടക്കും തോന്നല്ലോ ഇന്ദുമ്മേ. ശരിയാ മോളെ, എന്താ ചെയ്യാൻ പറ്റുക? ഇന്ദുമ്മ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്താ ചെയ്യേണ്ടത് നീ തന്നെ പറ. ഇതായിരിക്കുന്നു വൈദേഹിയുടെ അച്ഛൻ. കല്യാണം ഇവിടെ വെച്ച് നിർത്തിയില്ലെങ്കിൽ മരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യനെ അവൻ ഇവിടെ പിടിച്ച് സമാധാനിപ്പിച്ചിരുത്തിയിരിക്കുന്നത് കണ്ടില്ലേ? ഞാൻ വല്ലതും പറയാൻ പോയ വഴക്കാകുമെന്നല്ലാതെ പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. അതിരിക്കട്ടെ, നീ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്തായി? എന്നാലാവും വിധം എല്ലാം ശ്രമിച്ചു ഇന്ദുമ്മേ, പക്ഷെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. അതുകൊണ്ട് അവസാനം ഇന്ദുമ്മയുടെ അടുത്തേക്ക് തന്നെ വന്നത്.
കാർന്നവരുടെ സ്ഥാനം ഉപേക്ഷിച്ച് ഞങ്ങ് പറഞ്ഞ ചെലപ്പോ എല്ലാം അങ്ങ് നിന്നാലോ? ഈ കല്യാണം മുടക്കണോ എന്തോമ്മേ? വൈദേഹി ചതിക്കാതെ നോക്കണം അമ്മേ. അമ്മേ അമ്മേ വീണ്ടതിന് പറയുന്നു ഈ കല്യാണം മുടക്കണോടി നിനക്ക്? കൗസല്യ വിട്. അമ്മ ഇനി ഒരു അക്ഷരം വേണ്ടി പോവരുത്. ഇവിടെ അമ്മയുടെ അടുത്ത് വന്ന് കല്യാണം മുടക്കണോന്ന് പറഞ്ഞപ്പോ അടിച്ച് പല്ലു പൊടിച്ച് ഇവളെ പുറത്താക്കാതെ ഇവളോട് അയ്യോ പാവം പറഞ്ഞോണ്ടിരിക്കുന്നു. കൗസല്യ എന്താ അമ്മേ? ദേവേട്ടോ, ശരിക്കുള്ളതിനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിട്ട് കള്ളിയെ പിടിച്ച് കാതർ മണ്ഡപത്തിലെടുത്തുന്നു കൗസല്യ. കൗസല്യ വിട്. എന്താ കാര്യം? ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഓരോരുത്തരും അവരവരുടെ വഴിക്ക് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. സത്യത്തില് വൈദേഹിയോട് ഇത്ര സഹതാപം കാണിക്കാൻ നീ അവളുടെ ആരാ? ഇവിടുത്തെ അമ്മയുടെ ജീവൻ രക്ഷിച്ച എന്റെ പേരിലാ അനാഥയെ നിന്റെ ഇവിടെ കയറ്റിയത്. എന്നിട്ട് ഞങ്ങൾക്ക് ഇട്ട് എന്നെ പണിയെ നോക്കുന്നു. ഇനി ഇവിടെ നിനക്ക് സ്ഥാനമില്ല. ഇറങ്ങാനല്ലേ പറഞ്ഞു. കൗസല്യ കൗസല്യേ, കൗസല്യ കൗസല്യേ, കൗസല്യ പറയുന്ന കേക്ക്. കൗസല്യേ, എന്താ കൗസല്യ ഈ വേണ്ട. കാണിക്കുന്നത്? കൗസല്യ അവളെ വിട്. വിട് കൗസല്യ, എന്താ ഇത്? എന്താ ഇത്? കൗസല്യ വേണ്ട. കൗസല്യേ. നീ എന്തൊക്കെയാ അയ്യോ, കാണിക്കുന്ന വേണ്ട കൗസല്യ? അമ്മ ഇതിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. ഇറങ്ങി പോവാനാ പറഞ്ഞ. അമ്മേ എന്താ കാണിക്കുന്നേ? ദേവാ, നീ എന്തിനാ വന്നേ? ചെന്നെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങരുത്. ചെന്നെ, നീ ചെന്നെ മോളെ. അമ്മ ആലോചിച്ച് ചെയ്. ജാനകിക്ക് കല്യാണം മുടക്കേണ്ട എന്ത് കാര്യമുള്ളത്? ഇപ്പൊ ജാനകി ആവാഹിച്ചിരിക്കുന്ന വൈദേഹിയ. വൈദേഹിയുടെ പ്രേതം ഒന്നുമില്ല. അവർക്ക് ഇവിടെ കളിക്കുന്ന നാടകമാ. ഇവൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടി പ്രേതമായിട്ട് അഭിനയിച്ചതാ. ഒടുവിൽ ഒന്നും നടക്കില്ലെന്നായിപ്പോ സഹതാപത്തിന് അമ്മയുടെ അടുത്ത് ചെന്നിരിക്കുന്നു. ഇനി ഇവളിവിടെ നിൽക്കാൻ പാടില്ല. ചെല്ലടി. അയ്യോ, എന്താ ഈ കാണിക്കുന്നേ? മാഗി തന്നെയാ. ഒച്ചത്തി പറയരുത്. ഞാൻ വരുമെന്ന് നിനക്കറിയാലോ. പിന്നെന്തിനാ ബഹളം ഉണ്ടാക്കി? എന്നെക്കാളും ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ? എത്ര നേരം വെച്ചാ വെയിറ്റ് ചെയ്യാ? സാരമില്ല, ഞാനിങ്ങ് എത്തിയില്ലേ. ഇനിയല്ല, ഞാൻ നോക്കിക്കോളാം. ആരെക്കണ്ടാ മോളെ നീ പേടിക്കുന്ന? ആരെക്കണ്ടാ പേടിക്കുന്ന? നീ അങ്ങോട്ട് വന്നേ. നീ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നടക്ക്, വാ. കഥയില്ലാത്തൊരു അയ്യോ ഭാവത്തിനെ കൂടെ ചേർത്ത് നിർത്തുന്നതിന് പകരം തല്ലി പുറത്താക്കാൻ നോക്കുന്നോ? ഒന്നിനും മനസാക്ഷിയില്ലേ? നിങ്ങളൊക്കെ മനുഷ്യര് തന്നെയാണോ? ഇതേതാ പുതിയ ആള്? എവിടെന്നാണാവോ? എന്തറിഞ്ഞോണ്ടീ സംസാരിക്കുന്നത്? അനാഥയെ കൂടെ നിർത്തിയന്. അനാഥയോ? ആരാ നിന്റെ അനാഥ? ആരെയാ നീ അനാഥയെന്ന് വിളിച്ച? ദശരഥ രാമവർമ്മേ, ഈ പെൺകുട്ടി ആരാന്ന് നിനക്കറിയോ? രക്തബന്ധത്തെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായോടാ? ഇങ്ങി വന്നേ, നല്ലോണം കണ്ണു തുറന്നു നോക്ക്. നോക്കടാ. നിന്റെ അനുജത്തി ശാന്തിയുടെ മോളായത്. നിന്റെ അനന്തരവള് ജാനകി.
ഹേയ്, ഏത് വകുപ്പിലാ കിളവി ഇവള് ശാന്തിയമ്മായിയുടെ മോളായത്? ഇങ്ങ് വാ മാളവിക. അപ്പൊ ഇവളാരാന്നാ പറയാ? പറയേ. ഇവിടെ നടക്കുന്നത് ഇവളും ദേവനും തമ്മിലുള്ള കല്യാണം. നിങ്ങളിവിടെ ഒരു കള്ളിയെ പിടിച്ച് അനന്തരവളാക്കിക്കൊണ്ട് ശരിക്കുള്ളവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുവാണല്ലേ? എല്ലാരും കൂടി ചേർന്ന് കൊട്ടാരം വീട് കൊളം തോണ്ടാൻ നോക്കുവാ. ഏ കിളവി, വാക്കുകൾ അളന്ന് സംസാരിക്കണം. ആഹാ, അളന്നോളാം. ആദ്യം നിങ്ങളുടെ അനന്തരവൾ ആരാണെന്ന് തീരുമാനിച്ചിട്ടാവാ അതൊക്കെ. കഷ്ടമുണ്ട്. കൊട്ടാരം വീട് എത്രത്തോളം അതപ്പതിച്ചു എന്ന് കൗസല്യെ കണ്ടാൽ അറിയാലോ. വഴിയെ പോയൊരു കാപട്ടിക്കാരിയെ പിടിച്ചോണ്ട് വന്ന അവള് ശാന്തിയുടെ മോളാകുവാടാ. ഇത്രയും കാലം നിന്നെ മാത്രം കാത്തിരുന്ന സ്വന്തം ചോരയെ തിരിച്ചറിയാനാവുന്നില്ലേ ദശരഥ? ഏയ്, ആരാ കാപ്പട്ടിക്കാരി? ഞാനോ? ഞാൻ ശാന്താദേവിയുടെ മോളാ. ഏത് വകുപ്പിലാടി നീ മോളായത്? ശരിക്കൊരെണ്ണം അങ്ങോട്ട് തന്ന പൊയ്ക്കോളും നീ പറഞ്ഞയച്ചെടുത്തേക്ക്. മുത്തശ്ശി പറയുന്നൊക്കെ സത്യാണോ? ഇവര് എന്റെ അമ്മാവനും അമ്മായിയാണോ? ഇത് എന്റെ അമ്മയുടെ വീടാണോ? അതേ മോളെ, നിന്റെ അമ്മാവനെ അമ്മായിയും തെരഞ്ഞിറങ്ങി ചേരേണ്ട അടുത്ത് തന്നെയാ നീ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവരാ മോളെ നിന്റെ സ്വന്തം ചോര. പക്ഷെ എന്ത് ചെയ്യാനാ, ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും നീ ആരാന്നുള്ളത് ഇവർക്ക് മനസ്സിലായില്ലല്ലോ. നിന്നെ അടിച്ചു പുറത്താക്കാൻ നോക്കില്ലേ ഭ്രാന്തന്മാര്. മുത്തശ്ശി, എന്റെ അമ്മാവനും അമ്മായിയും ഒന്നും പറയണ്ട. ഞാൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ചേർത്ത് പിടിക്കില്ലായിരുന്നോ? ഇങ്ങനെ പുറത്തേക്ക് തല്ലി ഓടിക്കോ? അമ്മായി, അമ്മാവ, മുത്തശ്ശി പറഞ്ഞു ഒന്നും കാര്യാക്കണ്ട കേട്ടോ. അമ്മ എന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയപ്പോ തൊട്ട് എന്നെ വളർത്തി വലുതാക്കിയത് മുത്തശ്ശിയാ. അത്രയ്ക്ക് സ്നേഹിച്ച് വളർത്തിയതുകൊണ്ട് ഇന്ന് എന്നെ ഇങ്ങനെ കണ്ടപ്പോ മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റാണ്ടായത്. അതുകൊണ്ട് മുത്തശ്ശി പറഞ്ഞത് കാര്യമാക്കല്ലേ. നിന്റെ ഓവർ ആക്ഷൻസ്. ഈ കിളവി തുടങ്ങി വെച്ചതും നീ അതേ കയറി പിടിച്ചല്ലോ. അമ്മായി, അമ്മാവ, നിങ്ങളിത് വിശ്വസിക്കരുത്. എന്തോ പ്ലാനുമായിട്ട് കയറി കൂടാൻ വന്നേക്കണതാ ഇവിടെ. മിണ്ടി പോവരുത്. നാടകം കളിക്കുന്നത് നീയാണോ ഞങ്ങളാണോ? ഞാൻ നിങ്ങളെ പോലെ അനന്തരവളാണെന്ന് പറഞ്ഞ് ഇടിച്ചു കയറി വന്നതൊന്നുമല്ല. എന്റെ അടുത്തുള്ള തെളിവുകൾ കണ്ടിട്ട് അമ്മാവനും അമ്മായിയാ ഞാൻ ആരാണെന്നുള്ള സത്യം മനസ്സിലാക്കിയത്. അത് ശരിയാ, മാളവിക ഇവിടുത്തെ കുട്ടിയാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും ഉണ്ട്. ഈ ജാനകിയുടെ അടുത്ത് അതുപോലെ എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരട്ടെ. അങ്ങോട്ട് മാറി നോക്ക്. ഓ, ഇതൊക്കെ എന്താന്നാ കരുതിയേ? നോക്കടാ, കണ്ണു തുറന്നു നോക്ക്.
ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാനം നേടിയെടുക്കാൻ എത്ര നാളായിട്ട് കഷ്ടപ്പെട്ടതാ. പെട്ടെന്ന് കേറി വന്ന ഒരുത്തി എന്റെ പ്ലാൻ അടിച്ചു മാറ്റി. ശരിക്കുള്ള അനന്തരവള് വൈദേഹിയല്ലേ? അപ്പൊ പിന്നെ ഇവളാരാ? ദാസ നോക്കിക്കേടാ, നിന്റെ അനിയത്തിയുടെ ചെറുപ്പത്തിലെ കളിപ്പാട്ടങ്ങള്. പിന്നല്ലാണ്ട് ഇത്രയും നാൾ ഒരു കാപട്യക്കാരിയെ അനന്തരവളാണെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് കയറ്റി വെച്ചിരിക്കുമല്ലായിരുന്നു. മറ്റുള്ളവർക്ക് ന്യായം വിധിക്കുന്ന നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെ ഒരു തെറ്റു പറ്റിയത്? എന്റെ മോളെ, എന്തുമ്മ? അപ്പൊ നീയാണല്ലേ എന്റെ ശാന്തിയുടെ മോള്? ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ. അമ്മ എന്തേ കാണിച്ചു കൂട്ടുന്നത്? മാളവികി ദേവനായിട്ടുള്ള കല്യാണം നടത്തേണ്ട സമയമായപ്പോഴാണോ ഈ ജാനകി കെട്ടിയെഴുന്നള്ളിക്കാൻ പോകുന്നത്? മതി, നിർത്ത് കൗസല്യേ. വിഡ്ഢിത്തമാണ് നീ കാണിക്കുന്നത്. എന്താ നീ പറഞ്ഞേ? കല്യാണം തീരുമാനിച്ചു എന്ന് കരുതി അവളെ അങ്ങ് കണ്ണടച്ച് സ്വീകരിച്ചോളണോന്നാ? തെളിവുകളെല്ലാം ഞാൻ നിരത്തി തന്നില്ലേ? ഈ ജാനകിയാണ് ശാന്തിയുടെ ശരിക്കുള്ള മോള്. അങ്ങനെയാണെങ്കിൽ ഇതേ തെളിവുകൾ ഞാനും കാണിച്ചത് 8 മാസം മുമ്പ്. അതെല്ലാം മനസ്സിലാക്കിയെടുത്ത് അതേ തെളിവുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അനന്തരവളാണെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും? ഞാനാ ശാന്താദേവിയുടെ ശരിക്കുള്ള മോള്. ആർക്കറിയാം, ഒരുപക്ഷെ ഇവളാണെങ്കിൽ എന്ത് ചെയ്യും മാളവികയെ? നീ കാണിച്ചതൊക്കെ തന്നെയല്ലേ ഇവളും തെളിവായി കാണിച്ചത്. ആ ശരി ഇന്ദുവമ്മേ, ഞാൻ കള്ളിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ചെറുപ്പത്തില് ദേവേട്ടൻ എനിക്ക് കെട്ടിത്തന്ന താലി എന്റെ കഴുത്തിലുണ്ടായിരുന്നല്ലോ. ഈ ജാനകിയാണ് ശരിക്കുള്ള അനന്തരവളെങ്കിൽ ആ താലി കാണിക്കാൻ പറ. എന്റെ താലി ഇവിടെ, എന്റെ താലി ഇവിടെ പോയി വൈദ്യരെ. അത് ശരിയാ. എവിടെയാ താലി? കാണട്ടെ. ഇപ്പൊ കണ്ടില്ലേ കൊള്ളത്തരം പുറത്തായത്? ഇല്ല കുട്ടി, കുഞ്ഞിക്കൊച്ചിന്റെ കഴുത്തെ കെട്ടിയിരുന്ന താലിയല്ലായിരുന്നു അത് ഞാത്തിക്കൊണ്ട് നടക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അതങ്ങ് അഴിച്ചു മാറ്റി ആ ഭഗവതിയുടെ സന്നിധിയിൽ വെച്ചിട്ടുണ്ട്. അവളുടെ ഭർത്താവിനെ വീണ്ടും കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാകുമ്പോ അതെടുത്ത് ഭർത്താവിനെ കൊണ്ട് വീണ്ടും കെട്ടിക്കണമെന്ന് തീരുമാനിച്ചതാ. ഇപ്പൊ എന്തായാലും ഉള്ള ആധാരങ്ങളൊക്കെ വെച്ച് നീ തീരുമാനിക്കുക ദശരഥ. ഈ കളിപ്പാട്ടങ്ങളെ ആധാരമാക്കി ബന്ധം തീരുമാനിക്കാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? മാളവികയുടെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയല്ലേ നടന്നത്? ദാസ, നീ പറയടാ, ഇതിലേതാ നിന്റെ മരുമോള്?
രണ്ടുപേരും ഒരുപോലത്തെ തെളിവുകളാ കൊണ്ടുവന്നേ. ഇതിലാരാ ശരിയെന്ന് എനിക്ക് പറയാനാവില്ല അമ്മേ. അതെ, മുഹൂർത്തം കഴിയാറായിരിക്കുന്നു. പെട്ടെന്ന് വരിക. തിരുമേനി, ഇനി എന്ത് മുഹൂർത്തം? ആദ്യം ഇതിലാരാ ശരിക്കുള്ള ആളെന്ന് കണ്ടുപിടിക്കട്ടെ. അതിനുശേഷം മതി മുഹൂർത്തമൊക്കെ. ഈ കല്യാണം വേണമെന്ന് തന്നെ അപ്പ തീരുമാനിക്കാം. ഈ മാഗിയെ നീ എന്താന്നാ കരുതിയത് വൈദേഹി? ഈ കല്യാണത്തിനുണ്ടായ സകല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഒടുവിൽ ശാന്താദേവി കയറി വന്നപ്പോഴും നിഷ്പ്രയാസ അമ്മ ആ തടസ്സം നീക്കി തന്നതാ. രാജഗുരുക്കള് കയറി വന്നപ്പോഴും വിഷമുള്ള പച്ചില മരുന്ന് കാലിൽ കുത്തിവെച്ച് അനങ്ങാൻ പറ്റാതാക്കിയതാ. ഇത്രയൊക്കെ പാടുപെട്ടിട്ടും അവസാനം എല്ലാം വെറുതെ ആയല്ലോ. കല്യാണവും മുടങ്ങിയല്ലോ.